സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നടപടി തുടങ്ങിയെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ പോരാട്ടം ശക്തമാക്കി. സോളാർ വൈദ്യുതി രാത്രിയിൽ കൂടി സൂക്ഷിക്കാനുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനത്തിനുള്ള പദ്ധതി തുടങ്ങി. ബ്രഹ്മപുരം പദ്ധതി വൈകാതെ തുടങ്ങും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ മൂഴിയാർ അടക്കമുള്ള ചില വൈദ്യുത പദ്ധതികളിലെ ക്രമക്കേടും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതിയുടെ പ്രശ്നത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കാലാവസ്ഥയിൽ വന്ന മാറ്റം എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ വരുമ്പോൾ മഴയില്ലല്ലോ, മഴ കുറഞ്ഞു. ഇടുക്കിയിലെ നമ്മളുടെ ഡാമിലെ ജലനിരപ്പ് കഴിഞ്ഞ പ്രാവശ്യം 70 ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം 30-ൽ താഴെ. ഇപ്പം മഴ കിട്ടിത്തുടങ്ങി വടക്കേ ഇന്ത്യയിൽ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ 2-3 പ്രശ്നം വന്നത്. ഒന്ന്, ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന 4/29 ആ കരാറ് പിന്നീട് റദ്ദാക്കി. അത് 7 കൊല്ലം ആ വൈദ്യുതി വാങ്ങിയിരുന്നു, പിന്നീട് അത് റദ്ദാക്കപ്പെട്ടു. ഇപ്പോൾ അതിനെതിരെ കേരളത്തിലെ വൈദ്യുതി ബോർഡ് സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ പഴയ കരാറ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉൽപ്പാദനം കൂട്ടാനും പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ സോളാർ എനർജി. സോളാർ വൈദ്യുതി പകൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രിയിൽ കൂടി സൂക്ഷിക്കാനുള്ള സംവിധാനം, അതിന് പറയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജാണ്. ആ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കാൻ ചില പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്.